ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. പത്രം വരുത്തുന്നത് നിർത്തിയെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രകാശൻ. ഏട്ടന് പത്രം വായിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിലേ ഹരിത വാങ്ങിച്ച പത്രം പുറത്തുണ്ട്, അത് വേണമെങ്കിൽ ചെന്ന് വായിച്ചോളാൻ മനോജ് പറയുമ്പോൾ പ്രകാശൻ പറയുകയാണ്, അതിനേക്കാൾ നല്ലത് ചവറ്റുകുട്ടയിൽ കിടക്കുന്ന പേപ്പർ എടുത്ത് വായിക്കുന്നത് തന്നെയാ. അത്രയും പറഞ്ഞുകൊണ്ട് പ്രകാശൻ TV ഓൺ ചെയ്യുമ്പോൾ ചന്ദ്രിക അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് ടിവിയുടെ സ്വിച്ച് ചന്ദ്രിക ഓഫാക്കുമ്പോൾ എന്ത് വൃത്തികേടായി കാണിക്കുന്നതെന്ന് പ്രകാശൻ ചോദിക്കുന്നു. അതെ, TV ഒക്കെ കണ്ടാലേ കറണ്ട് ചാർജ് കൂടും, അതുകൊണ്ട് TV ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിമോട്ടും വാങ്ങിക്കൊണ്ട് ചന്ദ്രിക അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് മനോജ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുചിത്രയോട് ചായ എടുക്കാൻ പറഞ്ഞുകൊണ്ട് പ്രകാശൻ മുറിയിലേക്ക് പോവുകയാണ്. ഇത് കേൾക്കുന്ന സുചിത്ര പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചായ ഇടുകയായിരുന്നു ചന്ദ്രിക. സുചിത്ര ചായപാത്രത്തിലേക്ക് നോക്കുന്നത് കാണുമ്പോൾ എന്താണെന്ന് ചന്ദ്രിക ചോദിക്കുന്നു. അത് പിന്നെ പ്രകാശേട്ടന് ചായ, അവന് ചായ വേണമെങ്കിൽ നീ ഇടണം, ചായ ഇടാനായിട്ട് ഇവിടെ പാലും പഞ്ചസാരയും ഒന്നുമില്ലെന്ന് ചന്ദ്രിക പറയുമ്പോൾ അമ്മ ചായയല്ലേ ഇടുന്നത്, അതിൽ നിന്നും ഒരു ഗ്ലാസ് പ്രകാശേട്ടന് തന്നാ മതിയെന്ന് സുചിത്ര പറയുന്നു. അങ്ങനെ ഇതൊന്നും തരാൻ പറ്റില്ല, ഇതേ ഹരിതയുടെ കാശിന് മനോജ് വാങ്ങിക്കൊണ്ടുവന്ന പാലും പഞ്ചസാരയും തേയിലയും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പ്രകാശന് ചായ ഇടാൻ പറ്റില്ല, നീ ചെന്ന് അവനോട് പറ സാധനങ്ങളൊന്നും ഇല്ലെന്ന്. ഇത് കേൾക്കുന്ന സുചിത്ര, അമ്മേ കഷ്ടമുണ്ട്, ഒരു ഗ്ലാസ് ചായയെങ്കിലും തരാൻ പറയുന്നുണ്ടെങ്കിലും തരില്ലെന്ന് തന്റെ ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് ചന്ദ്രിക. അമ്മേ, അതിൽ നിന്നും ചായ എടുത്താൽ ആരും അറിയാൻ പോകുന്നില്ലെന്ന് സുചിത്ര പറയുമ്പോൾ അങ്ങനെ ചായ കളിയാകാനൊന്നും എനിക്ക് പറ്റില്ലെന്നും എല്ലാത്തിന്റെയും കൃത്യമായ അളവ് മനോജിന് അറിയാവുന്നത് കൊണ്ട് ഒന്നും തന്നെ ചെയ്യില്ലെന്നും ചന്ദ്രിക പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മനോജ് ചായ എടുത്ത് കുടിക്കുകയാണ്. സുചിത്രച്ചയ്ക്ക് വേണമെങ്കിൽ ഹരിതയുടെ ചായയിൽ നിന്ന് അല്പം കുടിച്ചോളാൻ മനോജ് പറയുമ്പോൾ അത് വേണ്ടെന്ന് സുചിത്ര പറയുന്നു. തുടർന്ന് ഹരിതയ്ക്കും മനോജിനുമുള്ള ചായയുമായിട്ട് മനോജ് വരാന്തയിലേക്ക് പോവുകയാണ്. സുചിത്രയെ ചായ എവിടെയെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് പ്രകാശൻ. അതേസമയം ഹരിതയും വിളിച്ചുകൊണ്ട് മനോജ് അകത്തേക്ക് പോകുന്നു. ചായ വേണമെങ്കിലേ സാധനങ്ങൾ വാങ്ങണം, അതിർത്തി തിരിച്ചപ്പോ അതും കൂടി ഓർക്കണായിരുന്നു എന്ന് ദേഷ്യത്തോടെ സുചിത്ര പറയുമ്പോൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് പ്രകാശൻ. തുടർന്ന് അച്ചമ്മയോട് സുചിത്ര പറയുകയാണ്, ഞാൻ അമ്മയോട് പറഞ്ഞതാ അല്പം ചായ തരാൻ, പക്ഷേ അമ്മ തന്നില്ല, എന്റെ ഭർത്താവിനോട് ചില കടമകൾ എനിക്കും പാലിക്കണ്ടേ? സുചിത്ര ചോദിക്കുമ്പോൾ അതേപോലെ തന്നെയല്ലേ മാധവനും, അവനൊരു ചായപ്രിയൻ തന്നെയാ, എന്നിട്ട് നേരം വെളുത്ത് ഇത്ര നേരമായിട്ടും ചന്ദ്രിക അവന് പച്ചവെള്ളം പോലും കൊടുത്തിട്ടില്ലെന്ന് അച്ചമ്മ വിഷമത്തോട് പറയുന്നു. എന്റെ മരുമകൾക്ക് വന്ന ഗതികേട് ലോകത്ത് ഒരു മരുമകൾക്കും കാണില്ലെന്നും അച്ചമ്മ വിഷമത്തോടെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സുചിത്രയാണ്. അതേസമയം വന്ദനയും ദിയമോളും വീട്ടിലേക്ക് വരികയാണ്. ദിയമോളെ ഡോക്ടറെ കാണിക്കുന്ന കാര്യം സുചിത്ര ചോദിക്കുമ്പോൾ അതിനിപ്പോ പൈസ വേണ്ടേയെന്ന് വന്ദന ചോദിക്കുന്നു. അല്ല വന്ദനെ, ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നതിന് അത്ര പൈസയൊന്നും ആകില്ലല്ലോ, ഞാനും നിന്റെ ഒപ്പം വരാമെന്ന് പറയുമ്പോൾ വന്ദന അതിന് സമ്മതിക്കുകയാണ്. അതേസമയം പുറത്തേക്ക് വരുന്ന ചന്ദ്രിക, ഭർത്താവില്ലാത്ത നീയെ അച്ഛനെയോ അമ്മയോ കൂട്ടിക്കൊണ്ട് വേണം പോകാൻ, അല്ലാതെ അന്യരെ കൂട്ടിക്കൊണ്ടല്ല, ഞാൻ നിന്റെ ഒപ്പം വന്നോളാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സുചിത്രയ്ക്ക് വിഷമമാവുകയാണ്. കുഴപ്പമില്ല വന്ദനെ, നീ പോയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് സുചിത്ര അകത്തേക്ക് പോകുന്നു. എന്നാലും അമ്മേ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നെന്ന് വന്ദന പറയുമ്പോൾ നീയും ഞാനും മാത്രം വേദന അനുഭവിച്ചാൽ പോരല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്ദനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ചന്ദ്രിക. പിന്നീട് കാണിക്കുന്നത് വന്ദനയും ദിയമോളും ഡോക്ടറിന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. ദിയമോളുടെ എക്സ്റേ നോക്കിയിട്ട് ഡോക്ടർ പറയുകയാണ്, കാലിന്റെ ഫ്രാക്ചർ എല്ലാം ഏകദേശം ശരിയായിട്ടുണ്ട്, ഇനി കാലില് ബാൻഡേഡ് കെട്ടേണ്ട കാര്യമില്ല, ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങാം, നാളെ തന്നെ ചെയ്തു തുടങ്ങാം. പിന്നെ ദിയമോളുടെ ചികിത്സാ ചെലവെല്ലാം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ വന്ദനയ്ക്ക് ഇത് കേട്ട് സന്തോഷമാവുകയാണ്. അങ്ങനെ ഒരു കോള് വന്ന് ഡോക്ടർ പുറത്തേക്ക് പോകുമ്പോൾ നാളെ മുതൽ അച്ചമ്മയുടെ കൂടെ ഫിസിയോതെറാപ്പിക്ക് വരുമോ എന്ന് വന്ദന ദിയമോളോട് ചോദിക്കുന്നു. ഇല്ല, വന്ദനാമ്മ തന്നെ വരണമെന്ന് വാശി പിടിക്കുകയാണ് ദിയമോള്. അതേസമയം ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ജഗനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.